ശ്രീരാമനാമം ജപസാരസാഗരം. പുത്രകാമേഷ്ടിയാർക്കും ചെയ്തിട്ട് ശ്രീരാമ ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരെ പുത്രന്മാർ 4 പേര് ദശരഥ മഹാരാജാവിനുണ്ടായി. അവരങ്ങനെ സന്തോഷമായിട്ട് സുഖമായിട്ട് കഴിച്ചുകൊണ്ട് ബാലലീലകളൊക്കെ നടത്തി ഇങ്ങനെ ജീവിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് വിശ്വാമിത്രൻ്റെ വരവ്. രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോകാനായിട്ടുള്ള വിശ്വാമിത്രൻ്റെ വരവാണ്. വിശ്വാമിത്രൻ്റെ യാഗരക്ഷ. അമാവാസ്യ തോറും യാഗം നടത്തുന്ന വിശ്വാമിത്രൻ, ആ വിശ്വാമിത്രൻ്റെ യാഗം രാക്ഷസന്മാർ വന്ന് തടസ്സം ചെയ്യുന്നു. ആ യാഗത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമ ലക്ഷ്മണന്മാരെ വരുത്തുക. യാഗം ദീക്ഷിച്ച സമയത്ത് യുദ്ധമൊന്നും പാടില്ല. അദ്ദേഹം യാഗം ദീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അപ്പോൾ ശ്രീരാമ ലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വിശ്വാമിത്രൻ്റെ യാഗരക്ഷ. അക്കാലം വിശ്വാമിത്രനാകിയ മുനികുല മുഖ്യനും അയോധ്യയ്ക്കമ്മാറെഴുന്നള്ളിനാൻ. രാമനായ വനിയിൽ മായയാ ജനിച്ചോരു കോമളമായ രൂപം പൂണ്ടോരു പരാത്മാനം. സത്യജ്ഞാനാനന്ദാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശോ വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു. ഭൂപതി ദശരഥനാശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു. വിധി നന്ദനോടും ചെന്നെതിരേറ്റു. യഥാവിധി പൂജിച്ചു വന്ദിച്ചു നിന്നു ഭക്ത്യാ. സസ്മിതം മുനിവരൻ തന്നോട് ചൊല്ലിയിടാൻ. അസ്മജ്ജന്മവും എന്നു വന്നിതോ സഫലമായി നിന്തിരുവടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായതു ഞാനിതത്തോനിധേ. ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നാശോ സമ്പത്തും താനേ വരും. എന്തൊന്നു ചിന്തിച്ചെഴുന്നള്ളിയതെന്നുമിപ്പോൾ നിന്തിരുവടി അരുൾ ചെയ്യണം ദയാനിധേ. എന്നാലാകുന്നതെല്ലാം ദൈവം ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസദുരതേ. വിശ്വാമിത്രനും പ്രീതനായരുൾ ചെയ്തിടിനാൻ. വിശ്വാസത്തോടു ദശരഥനോടതോ നേരം ഞാൻ അമാവാസ്യതോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീച സുഭാമുഖ്യന്മാരാം നർത്തഞ്ചരന്മാരിരുവരും അനുചരന്മാരായും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിക്കാനായ മനീകതേ രാമദേവനെ ഇറക്കേണം. പുഷ്കരോദ്ഭവ പുത്രൻ തന്നോടു നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ. നല്ലതു വന്നിടുക നിനക്കോ മഹീപതേ കല്യാണമതേ കരുണാനിധേ നരപതേ. ചിന്താചഞ്ചലനായ പന്തിസ്യന്തന നൃപൻ മന്ത്രിച്ചു ഗുരുവിനോടെ കാന്തേനാൻ. എന്തുവൽവധൂകുലോ നന്ദനൻ തന്നെ മമാ സന്ധ്യതിച്ചിടുവതില്ലല്ലോ ശക്തിയൊട്ടും. എത്രയും ഗതിച്ച കാലത്തിങ്കൾ ദൈവവശാൽ സിദ്ധിച്ചതനയനാം രാമനെ പിടിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ. രാമനെ നൽകിയിടാനാൽ അന്വയനാശം കൂടെ വകുത്തും വിശ്വാമിത്രൻ. എന്തൊന്നു നല്ലതിപ്പോൾ എന്നു നെഞ്ചിരുവടി ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തിടുക വേണം. എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും മതി ഗോപ്യം സങ്കടമുണ്ടാവേണ്ട സന്തതം ധരാപതേ. മാനുഷനല്ല രാമൻ മാനവ ശിഖാമണേ. മാനമില്ലാത പരമാത്മാവോ സദാനന്ദൻ. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമിഭാരത്തെ കലകാനായി നിന്നുടെ ധനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചിരു വൈകുണ്ഠൻ നാരായണൻ. നിന്നുടെ പൂർവജന്മം ചൊല്ലുവൻ ദശരഥ മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ പ്രജാപതി. നിന്നുടെ പത്നിയാകോ മതീതി കൗസല്യങ്ങൾ അന്നിരുവരും കൂടി സന്തതിയിലുണ്ടാവാനായി ബഹുവത്സരമുഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ. മുഹൂരാത്മനെ വിഷ്ണുപൂജാധ്യാനവതിയോടും ഭക്തവത്സരൻ ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീകരിച്ചു നീ വാങ്ങിക്കൊള്ളുവരമെന്നാൻ.
പുത്രനായി പിറക്കേണമെനിക്കു ഭവാനിന്നു സത്വരമപേക്ഷിച്ച കാരണമിന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമനെന്നറിഞ്ഞാലും പൃഥ്വീന്ദ്രാശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖുചക്രങ്ങളല്ലോ ഭരത ശത്രുഘ്നന്മാർ ശങ്ക കൈവിട്ടു കേട്ടുകൊണ്ടാലോ ഇനിയും നീ യോഗമായ ദേവിയും സീതയായി മിഥിലയിൽ രാഘവേലായാം അയോനിജയായുണ്ടായി വന്നു ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂട്ടിയിടുവതേനെന്നറിഞ്ഞിടണം നീ എത്രയും ദുഃഖമിതു വക്തവ്യമല്ലാതാനും പുത്രനെ കൂടെ അയച്ചിടുക മതിയാതെ സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയി കൊണ്ടാലുമെന്നാമോദം പൂണ്ടു നൽകി ഭൂപതേ പുത്രന്മാരെ വരീക രാമ രാമ ലക്ഷ്മണ വരീക എന്നരികെ ചേർത്തുമാറിലണച്ചു ഗാഠം ഗാഠം ഉണർന്നു വന്നു ശിരസിങ്കൽ ഗുണങ്ങൾ വരുവാനായി പോവിനെന്നുരതിനാൻ ജനക ജനനീ മാറ്റരനാംബുജം കൂപ്പേ മുനി നായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും സാവധൂണീരബാണ ഘട്ടപാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശിക മുനി യാത്രയുമയപ്പിച്ച ആശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും ചെയ്തിട്ടരുളി ചെയ്തു മുനി രാമരാഘവ രാമ ലക്ഷ്മണ കുമാരാകേൽ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാത ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതു മൂലം ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിക്കാനായി മാഹാത്മ്യമേറുന്നൊരു വിദ്യകളിവ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ലഭിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ ദേവനിർമ്മിതകളി വിദ്യകളെന്നോ രാമദേവനോ മനോഹരൻ ഉപദേശിച്ചു മുനി ചുട്ടിവാസാദികളും തീർന്നമാനന്മാരുമായ അപ്പോഴേ ഗംഗ കടന്നേടിനാൻ വിശ്വാമിത്രൻ രണ്ടുപേർക്കും ബല അതിബല എന്നുള്ള രണ്ട് മന്ത്രം ഉപദേശിച്ചു കൊടുത്തു വിശ്വാമിത്ര മഹർഷി വിശപ്പും ദാഹവും ഇല്ലാതിരിക്കാൻ വേണ്ടി കാട്ടിൽ നടക്കുമ്പോൾ വിശപ്പും ദാഹവും ക്ഷീണവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ബല അതിബല എന്നുള്ള രണ്ട് മന്ത്രങ്ങൾ വിശ്വാമിത്രൻ ഉപദേശിച്ചു കൊടുത്തു ആ മന്ത്രത്തിൻ്റെ പ്രഭാവത്തോടുകൂടെ വിശപ്പും ദാഹമില്ലാതെ അവർ കാട്ടിൽ സുഖമായി സഞ്ചരിച്ചു ഗംഗ കടന്നു ആ സമയത്താണ് താടക എന്ന രാക്ഷസിയുടെ വരവ് ആ താടകയെ വധിക്കുന്നു ഏറ്റവും ആദ്യത്തെ ശ്രീരാമൻ്റെ താടക ഒരു വധമാണ് ഇതിൽ കാണുന്നത് സർവത്ര ഇന്നു തൊട്ട് അറ്റം വരെ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനാണല്ലോ രാമൻ്റെ അവതാരം അപ്പോൾ താടകയുടെ വധമാണ് ഒന്നാമതായിട്ട് നടക്കുന്നത് പിന്നെ മാരീച സുബാഹുക്കളെ വരും ആ സമയത്ത് മാരീചൻ രക്ഷപ്പെട്ടു ഓടും പക്ഷേ സുബാഹുവിനെ വധിക്കും ഒരു ശരണമുണ്ട് രണ്ടാമത്തെ വധം അങ്ങനെ കുറേ രാക്ഷസന്മാരെല്ലാം വധിച്ച് വീണ്ടും യാത്ര തുടരുകയാണ് ആ വിശ്വാമിത്രൻ്റെ കൂടെ മിഥിലാപുരം പോകും വരെ എത്തുന്ന യാത്രയാണ് നമ്മൾ കാണുന്നത് ഓരോ സ്ഥലത്തും തങ്ങിക്കൊണ്ട് ഗംഗാനദി കടന്നുകൊണ്ട് അവിടെ പുരാണ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് സിദ്ധാശ്രമത്തിലെത്തുന്നു ആ വിശ്വാമിത്രൻ്റെ ആശ്രമം സിദ്ധാശ്രമത്തിൽ ചെന്ന് യാഗരക്ഷ ചെയ്ത് മാരീച സുബാഹുക്കളെയൊക്കെ മാരീചനെ ഓടിച്ചു വിട്ടു രാമൻ്റെ ബാണം പിന്നാലെ വന്നു എവിടെ രക്ഷിക്കാണ്ട് ശ്രീരാമനെ തന്നെ ശരണം പ്രാപിച്ചു ആ ശരണം പ്രാപിക്കുന്നവർക്ക് അഭയം കൊടുക്കുന്നവനാണ് ഭഗവാൻ അതുകൊണ്ട് മാരീചൻ രക്ഷപ്പെട്ടു പോയി മറ്റുള്ളവരെല്ലാവരും രാമലക്ഷ്മണന്മാരെ വധിച്ചു ഇങ്ങനെ യാഗം പൂർത്തീകരിച്ച് വീണ്ടും അവർ മിഥിലയിലേക്ക് പോകുന്ന വഴിക്കാണ് അഹല്യാദേവിക്ക് മോക്ഷം കൊടുക്കുന്നത് താടകാവനം അങ്ങനെ വായിക്കണം താടകാവനം പ്രാപിച്ചിടുന്നോരനന്തരം ഗൂഢസ്മേരവും കൊണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ രാഘവ സത്യപരാക്രമവാരുഹേ രാമ ഓകുമാറില്ലീ വഴിയാലുമേ ഇതു കാലം കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരി വാടിയിടും ദേശമല്ലോ അവളെ പേടിച്ചാരും നേർവഴി നടപ്പില ഭുവനവാസ
സീജനം ഭുവനേശ്വര പോറ്റി. കൊല്ലണമവളെ നീ വല്ല ജാതിയും അതിനില്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേയൊന്നു ചെറുഞാണൊലി ചെയ്തു രാമൻ. എല്ലാ ലോകവും ഒന്നു വിരച്ചിട്ടതു നേരം. ചെറുഞാണൊലി കേട്ടു കോപിച്ചു നിശാചരി വരികെ വേഗത്തോടും അടുത്തു ഭക്ഷിപ്പാനായി. അന്നേരം ഒരു ശരമയച്ചു രാഘവനും സിന്ധു താടകമാറിൽ കൊണ്ടിതു രാമബാണം. കാലിൽ മലതിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. സ്വർണവരത്നാഭരണ ഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ശാപത്താൻ നക്തഞ്ജരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ. കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശു രാഘവനുപദേശിച്ചു സലക്ഷ്മണം. ആ താടകയെ വധിച്ചു ശാപം കൊണ്ടുവന്ന ഒരു യക്ഷിയായിരുന്നു. ആ ശാപമോക്ഷം കൊടുത്ത് അവളെ കരകയറ്റി. അതിനുശേഷം ദിവ്യാസ്ത്രങ്ങളെല്ലാം ആ രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തു കൗശികമുനി. നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനെ തത്ര വസിച്ചു കാവ്യാശ്രമേ. രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങിനാരാസ്തയാ പുലർകാലേ. മുഖ്യതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനേ മുഖ്യന്മാരിലേറ്റു വന്ദിച്ചാതതു നേരം. രാമലക്ഷ്മണന്മാരും ചോദിച്ചു മുനികളെ പ്രേമം ഉൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താർ. വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു. താപസോത്തമാ ഭവാൻ ദീക്ഷിക്കായാതുമിനി താപം കൂടാതെ രക്ഷിച്ചിടുവനേതു ചെയ്തും. ദുഷ്ടരാം നിഷാദരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവൻ ബാണം കൊണ്ടു ഞാൻ തപോനിധി. യാഗവും ദീക്ഷിച്ചിതു കൗശികനതു ഗാനമാഗമിച്ചിതു നക്തഞ്ജനന്മാർ പടയോടും. മധ്യാഹ്നകാലേ മേഘാതത്തിങ്കനിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടിനാരതു നേരം. പാരാതെ രണ്ടു ശരം തൊടുത്തു രാമദേവൻ മാരീച സുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ. കൊന്നിതു സുബാഹുവാമവനെയൊരു ശരമന്നേരം മാരീചനും ഭീതി പൂണ്ടോടിയിടാൻ. ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ ഭിന്നനായേറിയൊരു യോജന പാഞ്ഞാണവൻ. അർണവം തന്നിൽ ചെന്നു വീണിതോ രാമബാണം നേരമവയിലെയും ചെന്നിതു ദഹിപ്പാനായേ. സമുദ്രത്തിൽ പോയി ചാടി ആ മാരീചൻ. പക്ഷേ ശ്രീരാമൻ്റെ ബാണം അവിടെയും വധിക്കാനായിട്ട് പിന്നാലെ വരുന്നുണ്ട്. പിന്നെ മറ്റെങ്ങോ ഒരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കേണമെന്ന ഭയം കുക്കിയിടിനാൻ. ഭക്തവത്സലന ഭയം കൊടുത്തതോ മൂലം ഭക്തനായി വന്നാൻ അന്നു തുടങ്ങി മാരീചനും. പറ്റലർക്കുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ളവരെയെല്ലാം കൊന്നിരു ശരങ്ങളാൽ. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിരു സന്തോഷത്താൽ ദേവദുർഗുഭികളും ഘോഷിച്ചിടതു നേരം. യക്ഷകിന്നര സിദ്ധചാരണ ഗന്ധർവന്മാർ തൽക്ഷണേ കൂപ്പി സ്തുതിച്ചേറ്റവും ആനന്ദിച്ചാർ. വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു പുണർന്നശ്രുപൂർണാത്രാകുല നേത്രപത്മങ്ങളോടും ഉത്സംഗേചേത്തു പരമാശീർവാദവും ചെയ്തു. വത്സന്മാരെയും ഭുജിപ്പിച്ചിരു വാത്സല്യത്താൽ. ഇരുന്നു മൂന്നു ദിനമോരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികനവരുമായി. അരുൾ ചെയ്തിരു നാലാം ദിവസം പിന്നെ മുനി അരുതു വൃഥാകാലം കലകെന്നുള്ളതേതും. ജനകമഹീപതി തന്നെ മഹായജ്ഞമിനി വൈകാതെ കാൺമാൻ പോകലാം വത്സന്മാരെ. ചൊല്ലിടും ത്രയംബകമാകിന മാഹേശ്വര വെല്ലുണ്ടു വിദേഹരാജത്തിങ്കലിരിക്കുന്നു. ശ്രീ മഹാദേവൻ തന്നെ വെച്ചിരിക്കുന്നു പുരാ. ഭൂമിവാലേന്ദ്രന്മാരാൽ അർച്ചിത മനൂദിനം. ചോണീവാലേന്ദ്ര കുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്വമാകിയ ധനുരത്നം. താപസേന്ദ്രന്മാരോടും ഈ വെണ്ണമരുൾ ചെയ്തു. ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം. തത്ര ശോഭ പൂണ്ടോരോ പുണ്യദേശമാനന്ദപ്രദം. ദിവ്യപാദബലത കുസുമഫലങ്ങളാൽ സർവമോഹനതരം ജന്തു സഞ്ജയദീനം. കൗതുകം കൊണ്ടു വിശ്വാമിത്രനെ നോക്കി
പുണ്ടരീകേക്ഷണരൂമി കണ്ണാമരും ചെയ്തു. ആശ്രമപദമിതമാർക്കൊള്ളു മനോഹരമാശ്രയയോഗ്യം നാനാജന്തു സംഗീതം ദാനം. എത്രയോ ആഹാരമുണ്ടായിരു മനസ്സിനെ തത്വമെന്തെന്നതരുൾ ചെയ്യണം തപോനിധി. ആ പുണ്യമായ ആശ്രമസ്ഥലത്ത് കണ്ടിട്ട് ശ്രീരാമന് അതിശയം തോന്നി. എന്താണ് കഥ എന്ന് പറയണമെന്ന് അഹല്യ ദേവിയുടെ കഥ പറയുന്നു. എന്നതോ കേട്ടോ വിശ്വാമിത്രനോ മരുവ ചെയ്തു കന്നകശായി വരൻ തന്നോടു പരമാർത്ഥം. കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാര നീ വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമാമുനി. ഗംഗാരോധസി നല്ലോരാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും തപസാ വാഴും കാലം. ലോകേശൻ നിജസുതയായുള്ളോരഹല്യാം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമാമുനീന്ദ്രനോ കൊടുത്തു വിധാതാവും. കൗതുകം പൂർത്തോ ഭാര്യ ഭർത്താക്കന്മാരായവർ ഭർത്തൃശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമാമുനീന്ദ്രനും. തന്നെ പത്നിയായോരഹല്യയോടും ചേർന്നു പർണശാലയിലത്ര വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ടു ദുഷ്യവനനും കുസുമായുധവശനായാൻ. ദുഷ്യവനൻ എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രൻ. ചെന്തുണ്ടി വായ്മലരും പന്തൊട്ടും മുലകളും ചന്തമേറിയിടം തുടക്കാം പുമാസുതിപ്പതിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമഖൻ. ചെന്താർവാണാർത്തി കൊണ്ടു സന്താപം മുഴുത്തയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രി രൂപം ചിന്തിച്ചു ചിന്തിച്ചനങ്കാന്ധനായി വന്നാണല്ലോ അന്തരാത്മനീ വിഭൂതിന്ദനോ മദീനിപ്പോൾ അന്തരം പരാതയോരന്തരമെന്തെന്നോർത്തു. ലോകീശാത്മജസുരാനന്ദനനുടെ രൂപം നാഥനായകൻ കൈക്കൊണ്ടങ്കയാമാതിയിങ്കൽ സന്ധ്യാവന്ദനത്തിനു ഗൗതമൻ പോയ നേരമന്തരാ പുഷ്പാനുടരാന്തരേ പരവിശാൽ. പൂത്രാമാവഹല്യയെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമാനം മിത്രൻ തന്നുദയമൊട്ടടുത്തിയിലെന്ന് കണ്ടു. ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു വൃത്രാരാധിക്കൂ മുനി ശ്രേഷ്ഠനേ ബലാലപ്പോൾ. വിത്രസ്തനായെത്രയും വേഭതോ കുറിച്ചു നിന്നാൻ. തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതികോപം കൈക്കൊണ്ടു മുനീന്ദ്രനും. നില്ലുമില്ലാറാവുന്നതെന്തിരു ദുഷ്ടാത്മാവേ ചൊല്ലുതല്ലെന്നോടു നീ എല്ലാമേ പരമാർത്ഥം. വല്ലാതെ മമാരൂപം കൈക്കൊള്ളുവാനിന്തു മൂലം നിർലജ്ജനായ ഭവാനീതൊരു മഹാപാപി. സത്യമെന്നോടു ചൊല്ലിയിലറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായിൽ ഭസ്മമാക്കുവാനിപ്പോൾ. ചൊല്ലിനാനതു നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനഹം. വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി കൊടുത്തു കൊള്ളേണമേ. സഹസ്രഭഗനായി ഭവിക്കാൻ ഭവാനിനെ സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം. തപസ്വീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമമകം പൂക്കപ്പോളവല്യം. ദേവതോ പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ. കഷ്ടമിത്രയും തവ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർഥ്യം വന്നുകാരം. ദുഷ്കൃതമൊടുങ്ങുവാനിരിഞ്ഞു ചൊല്ലിടുവാൻ നിഷ്കൃതിയായുള്ളൊരു ദുസ്തര മഹാവ്രതം. കാമകിഞ്ചരേ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കണം. നീഹാരാതപാവായോ വർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം. നാനാജന്തുക്കളൊന്നും ഇവിടെയുണ്ടായി വരാ കാനനദേശേ മദീയാശ്രമേ മനോഹരേ. ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനോ മനോജനും. ശ്രീരാമപാദാംബോജസ്പർശമുണ്ടായിടുമ്പോൾ തീരുന്നെന്തുരീതങ്ങളെല്ലാം എന്നറിഞ്ഞാലും. പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു കൂടമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി. ഹിമവൽപാർശ്യം പൂക്കാനന്നു തൊട്ടി വീടെ വാണിയിടിനാളഹല്യയും. നെഞ്ചിരുമലരളിച്ചെന്തളിൽ പൊടിയേൽക്കാൻ എന്തൊരു വഴിവെന്നു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ടു സന്തതം വസിക്കുന്നു സന്തോഷ സന്താനമേ ചിന്താമണി.
ആരാലും കണ്ടുകൂടാതൊരു പാഷാണാംകിയായി ഘോരമം തപസ്സോടുമിവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദിനിയായ ഗൗതമ പത്നിയുടെ കന്മഷമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടേണമെന്നു തന്നെ നിർമ്മലയായി വന്നിടും അഹല്യാദേവി എന്നാൽ എന്നുള്ള വിശ്വാമിത്രന്റെ വാക്കുകേട്ട് ശ്രീരാമൻ ആ അഹല്യാദേവിയുടെ അടുത്ത് ചെന്നു. ഗാധിനന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞാശു തൃക്കയ്യം പിടിച്ചുടരാങ്കണം പൂക്കാൻ ഉഗ്രമം തപസ്സൊടുമിരിക്കും ശിലാരൂപം അക്കേ കാൺകെന്നു കാട്ടിക്കൊടുത്തു മുനീവരൻ. ശ്രീപാദാംബുജം മെല്ലെ വെച്ചിരു രാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി. രാമോഹമെന്നോ പറഞ്ഞാമോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ. അന്നേരം രാമനാഥൻ തന്നെ കാണായി അഹല്യയ്ക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. താപസശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ജയം നീങ്ങുമാറു സോദരനോടും താപനാശനകരനായൊരു ദേവൻ തന്നെ ചാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷസോടും സുസ്മിത വക്രത്തോടും ശ്രീവാസാംബുജദല സന്നിഭ നേത്രത്തോടും വാസവനീലമണി സന്ദാശഗാത്രത്തോടും വാസവാദ്യമരൗഹ മണ്ഡിത പാദത്തോടും 10 ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായി അഹല്യയ്ക്കും. തന്നെ ഭർത്താവായ ഗൗതമത്വബോധനൻ തന്നോട് മുന്നമുര ചെയ്തതും ഓർത്താളപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥനോജവിലോചനൻ പത്മജാ മനോഹരൻ. ഇത്തമാത്മനി ചിന്തിച്ചുദ്ധാനം ചെയ്തു ഭക്ത്യാ സത്വരം അർഘ്യാദികൾ കൊണ്ട് പൂജിച്ചിടിനാൾ. സന്തോഷാശ്രുക്കളോടുകീടും നേത്രങ്ങളോടും സന്താപം തീർന്നു തന്റെ നമസ്കാരവും ചെയ്താൾ. ചിത്തകാമ്പിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉത്ഥാനം ചെയ്തു മുഹൂരഞ്ജലി ബദ്ധത്തോടും വ്യക്തമായൊരു പുലകാഞ്ചിത ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗൽഗത വർണ്ണത്തോടും അദ്വയനായോരനാദ്യ സ്വരൂപനെ കണ്ടു ആനന്ദാഭിമഗ്നയായി സ്തുതി ചെയ്താൾ. അഹല്യാസ്തുതി. ജ്ഞാനഹോ കൃതാർത്ഥയായ ജഗന്നാഥ നിന്നെ കാണായി വന്നതോ മൂലമത്രയോ മല്ല ചൊല്ലാം. പത്മജരുദ്രാദികളാലപേക്ഷിതം പാദപത്മസംലഗ്നവാം സുലേഷമിന്നെനിക്കല്ലോ സിദ്ധിച്ചു ഭവത്പ്രസാദാതിരേകത്താൽ അതിനെത്തുമോ ബഹുകൽപ്പകാലമാരാധിച്ചാലും. ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപദേ മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്നിദേവം. ആനന്ദമയനായോരധീമായികൻ പൂർണ്ണൻ ന്യൂനാതിരേകശൂന്യനജലനല്ലോ ഭവാൻ. പാംസൂപവിത്ര ഭാഗീരഥി സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും തൃപ്രഭാവത്താണല്ലോ. സിദ്ധിച്ചേനല്ലോ ഞാനും ത്വൽപാദസ്പർശമിപ്പോൾ. പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠാൽക്കുണ്ടാത്മനാം ദുർലഭമൂർത്തി വിഷ്ണു. മർത്യനായ അവതരിച്ചോരു പൂരുഷം ദേവം ചിത്തമോഹനം രമണീയദേഹിനം രാമം. ശുദ്ധമദ്ഭുതഗീര്യം സുന്ദരം ധനുർധരം തത്വമദ്വയം സത്യസന്ധമാദ്യന്തഹീനം. നിത്യമവ്യയം ഭജിച്ചിടുന്നേനിനി നിത്യം ഭക്തൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല. യാതൊരു പാദാംബുജമാരായുന്നിതു വേദം യാതൊരു നാഭിതന്നീരുണ്ടായി വിരിഞ്ചനും യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ. ചേതസാ തൽസ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ ദാനം ഭാരതേ രമണനും ഭാരതീ ദേവിദാനം. ബ്രഹ്മലോകത്തിങ്ക നിന്നന്വഹം കീർത്തിക്കുന്നു കന്മഷഹരം രാമചരിതം രസായനം. കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ. ആദ്യനവ്യയനേകനവ്യക്കനാകുലൻ വേദ്യനല്ലാരാളും എന്നാലും വേദാന്തവേദ്യൻ. പരമൻ പരാപരൻ പരമാത്മാവും പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ. പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതിസകലചരാചര ഗുരു കാരുണ്യമൂർത്തി. ഭുവന മനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ.
അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്കിര ഭക്ത്യാ ഭജിച്ചിടുന്നേൻ മനസ്സി ഞാൻ. സ്വതന്ത്രൻ പരിപൂർണനാനന്ദനാത്മാ രാമനതന്ത്രൻ നിജമായ ഗുണബിംബിതനായി ജഗദുദ്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്യുവാനഖണ്ഡൻ ബ്രഹ്മവിഷ്ണുരുദ്രനാമങ്ങൾ കൊണ്ടു ഭേദരൂപങ്ങൾ കൈക്കൊണ്ടോരു ഗുണമൂർത്തേ വേദാന്തവേദ്യന്മമാ ചേതസേ വസിക്കേണം. രാമരാഘവാപാദപങ്കജം നമോസ്തുതേ ശ്രീമയം ശ്രീദേവി വാണിദ്വയ പത്മാർച്ചിതം. മാനഹീനന്മാരാം ദിവ്യന്മാരാൽ അനുധ്യേയം മാനാർത്ഥം മൂനിലകമാക്രാന്ത ജഗത്രയം. ബ്രഹ്മാവിന്തരങ്ങളാൽ ചാളിതം പത്മോപമം നിർമ്മലം ശംഖുചക്രകുലിശമത്സ്യാംഗിതം. മന്മനോനികേതനം കന്മഷ വിനാശനം നിർമ്മലാത്മാനം പരമാസ്പദം നമോസ്തുതേ. ജഗദാശ്രയം ഭവാൻ ജഗത്തായതും ഭവാൻ ജഗദാമാദിഭൂതനായതും ഭവാനല്ലോ. സർവഭൂതങ്ങളിലുമസക്തനല്ലോ ഭവാൻ നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ. അജനവ്യയൻ ഭവാൻ അജീതൻ നിരഞ്ജനൻ വജസാം വിഷയമല്ലാതൊരാനന്ദമല്ലോ. വാച്യവാചകോ ഭയവേദേന ഭേദേന ജഗന്മയൻ വാച്ചിനായി വരേണമേ വാക്കിനു സദാ മമ. കാര്യകാരണ കർത്തൃഫല സാധന ഭേദം മായയാ ബഹുവിധരൂപയാ തോന്നിക്കുന്നു കേവലമെന്നാകിലും നിന്തിരൂപടേയതോ സേവകന്മാർക്കു പോലും അറിവാനരുതല്ലോ. ത്വന്മായാവിമോഹിത ചേതസാമജ്ഞാനിനാം ത്വന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടാങ്ങല്ലോ. മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ. പുറത്തുമകത്തുമെല്ലാടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുവടിയല്ലോ. ശുദ്ധനദ്രിയൻ സമന്നിത്യൻ നിർമ്മലനീകൻ ബുദ്ധനവ്യക്തൻ ശാന്തന സംഗൻ നിരാകാരൻ സത്വാദിഗുണത്രയയുക്തയാം ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ. ഭക്താനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ സക്താനാം ഭുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ തത്വാധാരാത്മാദേവൻ സകല ജഗന്മയൻ. തത്വജ്ഞൻ നിരൂപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ സത്യജ്ഞാനാനന്ദാനന്ദാമൃതാത്മകൻ പരൻ. സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭൂ സച്ചിൻ ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതനാദിനാഥൻ സർവദേവതാമയൻ. നിന്തിരൂപടിയായതിത്രയും മൂഢാത്മാവായ അന്ധയായുള്ളൂർ ഞാനെങ്ങനെ അറിയുന്നു നിന്തിരുവടിയുടെ തത്വം. എന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമഃ. എത്ര കുത്രാഭി വസിച്ചിടിലും എല്ലാ നാളും കൊൽത്തളിയിലടികളിലക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണമെന്നൊഴിഞ്ഞവരം ഞാൻ അർത്ഥിച്ചിടുന്നേയില്ല. നമസ്തേ നമോ നമഃ. നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ നമസ്തേ ഋഷികേശ രാമ രാഘവ രാമ നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ. സമസ്തകർമാർപ്പണം ഭവതി കരോമി ഞാൻ സമസ്തമപരാധം ക്ഷമസ്വ ജഗൽപദേ. ജനനമരണ ദുഃഖാവഹം ജഗന്നാഥം ദിനനായക കോടി സദൃശപ്രഭം രാമം കരസാരസയുഗ സുഹൃദ ശരജാപം കരുണാകരം കാളജഗദാഭാസം രാമം. കനകരുചീര ദിവ്യാംബരം രമാവരം കനകോജ്വല രത്നകുണ്ടലാഞ്ചിതഗണ്ഡം കമലദലലോല വിമല വിലോചനം കമലോദ്ഭവനദം മനസാ രാമമീഢേ. പുരതസ്ഥിതം സാക്ഷാദീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൽ ഭക്തിയോടെ ലോകേശാത്മജയാകോ മഹല്യാദാനം പിന്നെ ലോകേശ്വരാനുജ്ഞയാ പൂയിതു പവിത്രയായേ ഗൗതമനായ തന്റെ പതിയെ പ്രാപിച്ചുടലാദിയും തീർത്തുപസിച്ചിടിനാളഹല്യം. സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായ അഖിലപാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിച്ചു. മത്രയെല്ലാവരും ഐഹിക സൗഖ്യം പുരുഷന്മാർക്കും നൂനം.
ഭക്യാനാഥനെ ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചിടിൽ സാധിക്കും സകലവും. പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം, അർത്ഥാർത്ഥി ജപിച്ചിടിൽ അർത്ഥമോപേറ്റമുണ്ടാം. ഗുരുതത്പകൻ കനകസ്തേയി സുരാവായേ ധരണി സുരഹന്ത പിതൃമാതൃഹാ ഭോഗി പുരുഷാധമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സരം നാരായണം ചേതസി രാമചന്ദ്രൻ ധ്യാനിച്ചു ഭക്താരപിച്ചാദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം. സദ്വൃത്തരെന്നായിടിൽ പറയേണമോ മോക്ഷം, സദ്യ സംഭവിച്ചേടും സന്ദേഹമില്ലേതും. ഈ അഹല്യാസ്തുതി ജപിക്കുകയാണെങ്കിൽ സർവ്വപാപങ്ങളും നശിക്കും, എന്താഗ്രഹങ്ങളും സാധിക്കും. ആ ഭക്തന്മാരാണെങ്കിൽ എത്ര മഹാഭാവികൾക്ക് പോലും അവരുടെ പാപം നശിച്ച് മുക്തനായിത്തീരും. പിന്നെ സദ്വൃത്തരായ ഭക്തന്മാരുടെ കാര്യം പറയാനുണ്ടോ? തീർച്ചയായിട്ടും ആ ശ്രീരാമനാമം കൊണ്ട്, ഈ സ്തുതി കൊണ്ട് അവരുടെ സർവ്വപാപങ്ങളും നശിക്കുന്ന പറയുന്നത്. അടുത്തത് സീതാ സ്വയംവരാണ്. അവിടുന്ന് മിഥിലയിലേക്ക് യാത്രയാവാണ് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെയും കൂട്ടി. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോട് ഈ വണ്ണമരുൾ ചെയ്താൻ. ബാലകന്മാരെ പോക മിഥിലാപുരിക്കു നാം കാലവും വൃഥാ കളഞ്ഞേടുകയരുതല്ലോ. യാഗവും മഹാദേവജാപവും കണ്ടു പിന്നെ വേഗമോട് അയോധ്യയും ബുക്കുദാതനെ കാണാം. ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമുഖം ബുക്കു. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിരുന്നതു കേട്ട നേരം മനസ്സി നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമ സമന്വിതം പൂജാസാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ച ആചാരം പൂണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും. ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വരനന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർപ്പൻ കണ്ട് വന്ദിച്ചീടിന ജഗദേക സുന്ദരന്മാരാം ഇവരാരെന്നു കേൾപ്പിക്കണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായിരിപ്പോൾ. വിശ്വാമിത്രന്റെ കൂടെ രാമലക്ഷ്മണന്മാരെ കണ്ട് ചോദിക്കുകയാണ്, ഈ കാമദേവനേക്കാൾ സുന്ദരമായ ഈ കുട്ടികൾ ആരാണ്? നരനാരായണന്മാരായ മൂർത്തികളാണോ ഈ നരരൂപം പ്രാപിച്ചു വന്നത് എന്ന് സംശയിക്കുന്നു എന്ന് പറയാണ്. അത്ര ആ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്ക് ചൈതന്യമുണ്ട്. വിശ്വാമിത്രനോ മധു കേട്ടരുൾ ചെയ്തിടിനാൻ. വിശ്വസിച്ചാലും മമാവാക്യം നീ നരപതേ. വീരനാം ദശരഥൻ തന്നെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂന്നാമവൻ. എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടുപോനീടിനേനിതു കാലം. കാടകം പുക്ക നേരം വന്നൊരു നിശാചരീ താടക തന്നേരോ ബാണം കൊണ്ടെയ്തു കൊന്നാൻ. പേടിയും തീർന്നു സിദ്ധാശ്രമവും പുക്കുയാഗം ആടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ. ശ്രീപാദാംബുജരജസ്പൃഷ്ടി കൊണ്ട് അഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ. പാരമേശ്വരമായ ജാപത്തെ കാണുവാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു, നീയതു കാട്ടിയിടേണം. ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്വരം ജനഗനം പൂജിച്ചു വഴി പോലെ. സർക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കുരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ച ജനഗനം തന്നെ സജീവനെ വിളിച്ചു നിയോഗിച്ചു. ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ജാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ. അന്നേരം ജനഗനം കൗശികനോട് ചൊന്നാൻ. രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതു കുലച്ചുടൻ വലിച്ചോ മുറിച്ചീടിൽ വല്ലഭനിവൻ മമാനന്ദനയ്ക്കെന്നു നൂനം. എല്ലാം ഈശ്വരനെന്നേ ചൊല്ലാവീരെനിക്കിപ്പോൾ വില്ലിഹ വരുത്തിയിടുകെന്നരുൾ ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചിതു മഹീന്ദ്രനും ഹുങ്കാരത്തോട് വന്നു ചാപവാഹകന്മാരും. സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തു കൊണ്ടുവന്നാർ. ഖണ്ഡാസഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയംബകമെന്നിതു മന്ത്രീന്ദ്രനും. ചന്ദ്രശേഖരനുടെ പള്ളിയിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുവെന്നതോ കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാം ആമാകുന്നതോ ചെയ്താലും മടിക്കേണ്ട, കല്യാണമിതു മൂലം വന്നുകൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവനതോ കേട്ടു മന്ദം
മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം ജ്വലിച്ചതേതസ്വടോമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ഉചിതശ്രമം. യാതൊരു പ്രയാസമില്ലാതെ ആ വില്ലെടുത്തിട്ട് പെട്ടെന്ന് കുലച്ചു.